ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, നിവർത്തന പ്രക്ഷോഭം. കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളെക്കുറിച്ചും അവർക്ക് നേതൃത്വം വഹിച്ചവരെക്കുറിച്ചുമുള്ള പട്ടികയാണിത്. ഉചിതമായത് കണ്ടെത്തി എഴുതുക. വൈക്കം സത്യാഗ്രഹം, KP കേശവമേനോൻ. മിശ്രഭോജനം, സഹോദരൻ അയ്യപ്പൻ. ഇസ്ലാം ധർമ്മപരിപാലന സംഘം, വക്കം അബ്ദുൽ ഖാദർ മൗലവി. പന്മന ആശ്രമം, ചട്ടമ്പി സ്വാമികൾ. VT ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയല്ലാത്തത്. നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മലബാർ കലാപത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും മാറി മാറി വ്യാഖ്യാനിക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ ഏറനാട്, വള്ളുവനാട്, പൊന്നാനി, കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിൽ ആരംഭിച്ച സായുധ കലാപം. ഈ ലഹളയുടെ ഭാഗമായി നിരവധി ഹൈന്ദവർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെട്ടു. 1921-22 വർഷങ്ങളിൽ നടന്നു. ഇവിടെ എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം. ഉത്തരം 1885. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ചില സംഭവങ്ങൾ ചുവടെ ചേർക്കുന്നു. ഈ സംഭവങ്ങളുടെ ശരിയായ കാലക്രമം കണ്ടെത്തുക. ഇവിടെ കറക്റ്റായിട്ടുള്ള ഓർഡറിലാണ് തന്നേക്കുന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ഖിലാഫത്ത് പ്രസ്ഥാനം, സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം, സൈമൺ കമ്മീഷന്റെ വരവ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി, ബംഗളൂരു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം. മെസപ്പൊട്ടോമിയൻ സംസ്കാരത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളെ വിലയിരുത്തുക. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതടങ്ങളിൽ നിലനിന്നിരുന്നത് BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. പ്രധാന പട്ടണമാണ് ഉർ. ബാബിലോണിയൻ സാമ്രാജ്യം ഇവിടെയാണ് നിലനിന്നിരുന്നത്. ഇതിൽ രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. BC 1000 രൂപം കൊണ്ടതായി പറയപ്പെടുന്നു. മോഹൻജദാരോ, ഹാരപ്പ എന്നീ സിന്ധു നദീതട കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഇന്ന് ഏത് രാജ്യത്താണ്? പാകിസ്ഥാൻ. 2021 വർഷത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തികളിൽ പെടാത്തത് ആര്? ഉത്തരം മരിയ റെസ. 2021 നവംബറിൽ നടന്ന നാഷണൽ അച്ചീവ്മെന്റ് സർവേയെക്കുറിച്ച് നൽകിയ പ്രസ്താവനകൾ വിലയിരുത്തുക. 3, 5, 8, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക്. എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും കുട്ടികൾ പരീക്ഷയിൽ പങ്കെടുക്കുന്നു. സംഘടനാ ചുമതല CBSEക്ക്. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഫലപ്രാപ്തി വിലയിരുത്തുന്നതിന്, കുട്ടികളിലെ പഠന മികവ് കണ്ടെത്തുന്നതിന് ഇത് സഹായകമാകും. എല്ലാം ശരിയാണ്. ആധുനിക ഭൂപട നിർമ്മാണത്തിന്റെ പിതാവ് ആരാണ്? ഉത്തരം മെർക്കാറ്റർ. വിവിധ അന്തരീക്ഷ പാളികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ചുവടെ തന്നിട്ടുണ്ട്. ശരിയായത് എഴുതുക. മിസോസ്ഫിയർ ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്നു. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. സ്ട്രാറ്റോസ്ഫിയർ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിൽ പതിക്കുന്നതിനെ തടയുന്നു. റേഡിയോ തരംഗങ്ങളെ മിസോസ്ഫിയർ പ്രതിഫലിപ്പിക്കുന്നു. ഇവിടെ 1, 2, 3 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. വ്യക്തിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിൽ സാമൂഹ്യ നിയന്ത്രണ ഏജൻസികൾ മുഖ്യ പങ്ക് വഹിക്കുന്നു. ബലപ്രയോഗത്തിലൂടെ വ്യക്തിയെ നിയന്ത്രിക്കാൻ അവകാശമുള്ള സാമൂഹ്യ നിയന്ത്രണ ഏജൻസി ഏത്? ഉത്തരം രാഷ്ട്രം. 1985 ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ ദേശസാൽക്കരിച്ച് രൂപീകരിച്ച ബാങ്ക് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെ നൽകിയിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. രാജ്യസഭയിൽ 12 അംഗങ്ങൾ നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നു. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. ഉപരാഷ്ട്രപതി അധ്യക്ഷം വഹിക്കുന്നു. 5 വർഷമാണ് കാലാവധി. ഇവിടെ ആൻസർ ഓപ്ഷൻ 2, 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ 2021 ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷ പേടകം ഏതാണ്? ഉത്തരം പെർസീവിറൻസ്. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത എത്ര ഡെസിബലിൽ കൂടുതലാണ്? ഉത്തരം 120.
സൈക്കിൾ ചക്രത്തിന്റെ ആക്സിലിൽ എണ്ണയിടുന്നത് എന്തിനാണ്? ഉത്തരം ഘർഷണ ബലം കുറയ്ക്കാൻ. കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? സ്ഥാനാന്തരം, ത്വരണം, വേഗം, പ്രവേഗം. ഉത്തരം പ്രവേഗം. ഒരു കാന്തിക മണ്ഡലത്തിന്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവാണ് വശഗത. ഉത്തരം വശഗത. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഒരു ബഹിരാകാശ സഞ്ചാരി കാണുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? കറുപ്പ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ദ്രാവകമാണ് ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ പ്ലവക്ഷമ ബലം പ്രയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗ്ലിസറിൻ. കേരളത്തിൽ തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലം? ഉത്തരം കായംകുളം. വൈദ്യുത വിശ്ലേഷണം നടക്കുമ്പോൾ ഒരു ഇലക്ട്രോഡിൽ സ്വതന്ത്രമാക്കപ്പെടുന്ന പദാർത്ഥത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതിയുടെ അളവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി നേർ അനുപാതം. മാലക്കൈറ്റ് ഏത് ലോകത്തിന്റെ അയിരാണ്? ഉത്തരം കോപ്പർ. ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു? ഉത്തരം 2019. 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മക്മില്ലൻ. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. ജീവികളെ 5 കിങ്ഡങ്ങളായി വർഗീകരിച്ച അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് എച്ച് വിറ്റാക്കർ. വൃക്കയിൽ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ADH. എക്സിറ്റ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം നാഷണൽ പാർക്ക്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം തുടങ്ങിയ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല്ല ഒബ്ലാങ്കേറ്റ. താഴെ കൊടുത്തിരിക്കുന്ന പ്രത്യേകതയുള്ള സസ്യകല ഏതാണ്? കോശഭിത്തിയുടെ മൂലകങ്ങളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നത് സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നു. സജീവ സസ്യകല. ഉത്തരം കോളൻ കൈമ. സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം റേച്ചൽ കാഴ്സൺ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകന്റെ റോൾ അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് അറിവിന്റെ ദാതാവ്. പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ചു നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിൽ എത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഉത്തരം കേസ് സ്റ്റഡി. പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഉത്തരം കൈത്താങ്ങ് നൽകൽ. പ്രതിക്രിയാധ്യാപനം ഏത് മനഃശാസ്ത്രജ്ഞന്റെ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് രൂപീകരിച്ചിട്ടുള്ളത്? ഉത്തരം വൈഗോട്സ്കി. ചുവടെ തന്നിരിക്കുന്നവയിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്കില്ലാത്ത സവിശേഷത ഏതാണ്? സ്വന്തം വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. ആശയരൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കാനും കഴിയുന്നത്? നമ്മുടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബിംബന ഘട്ടം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി പ്രക്രിയാധിഷ്ഠിതം. 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? ഉത്തരം 9.8. സങ്കലിത വിദ്യാഭ്യാസം ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കും മറ്റു കുട്ടികളെപ്പോലെ തുല്യ അവസരം ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പിലാക്കുന്നത്? പൊതുവിദ്യാലയങ്ങളിൽ. ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? ബാഹ്യ അഭിപ്രേരണ. കുട്ടികളുടെ വ്യക്തിവികാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക. ഇവിടെ ഉത്തരം വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നത് ഏത്? സ്കൂൾ പാർലമെന്റ്, ക്ലബ് പ്രവർത്തനങ്ങൾ, SPC ഇവയെല്ലാം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുന്നതാണ്.
സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെടുന്നു? സ്കീമ. അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ ഏത്? NCFTE 2009. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ആന്തരിക വൈയക്തിക ബുദ്ധി. ഒരാശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചാക്രിക രീതി. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ആശയം. പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഉത്തരം വളരെ സമ്പുഷ്ടമായതും അയവുള്ളതും ആയിരിക്കും. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഉത്തരം ഭാഷ ശരിയായി ഉപയോഗിക്കുന്നത്. വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏത്? ഉത്തരം ബാല.